അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ, എല്ലാവർക്കും, എല്ലാ BJP പ്രവർത്തകർക്കും, രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ശക്തികളെയും സംബന്ധിച്ചിടത്തോളം അത്യാഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 21 സീറ്റ് എന്ന മാജിക് ഫിഗറിലേക്ക് NDA എത്തുമ്പോൾ അതിന് പിന്നിൽ പണിയെടുത്ത BJP പ്രവർത്തകർ, അതിനുവേണ്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത നേതൃത്വം, എല്ലാവരുടെയും വലിയ വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം? കഴിഞ്ഞ 20 വർഷമായി ബീഹാറിൽ ഭാരതീയ ജനതാ പാർട്ടിയും നിതീഷ് കുമാറും ചേർന്നിട്ടുള്ള സർക്കാർ ഉണ്ടാക്കിയിട്ട് ആ കാലഘട്ടത്തിൽ കുറച്ച് സമയം അദ്ദേഹം RJDയുമായി ഭരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഏതാണ്ട് 16.5 കൊല്ലം അല്ലെങ്കിൽ 16.25 കൊല്ലം ഈ സർക്കാർ, അതായത് BJP നിതീഷ് സർക്കാരാണ് ബീഹാർ ഭരിച്ചത്. അതിന് മുമ്പുള്ള ബീഹാറും അതിനുശേഷമുള്ള ബീഹാറും തമ്മിൽ വലിയ മാറ്റമുണ്ട്. ജംഗിൾ രാജിൽ നിന്നും ഒരു മനുഷ്യന് സാമാന്യമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിയിട്ടുള്ള ഒരു ബീഹാർ സൃഷ്ടിച്ചെടുക്കാൻ BJP നിതീഷ് സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷമായി ശ്രീ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പലപ്പോഴും ബീഹാറിൽ നിതീഷ് കുമാറുമായി 2 തവണ രാഷ്ട്രീയമായി യോജിപ്പിലല്ലായിരുന്നിട്ട് പോലും ബീഹാറിൻ്റെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത്, ബീഹാർ നേരിടുന്ന വികസന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത്, ബീഹാറിലെ ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ബീഹാറിനെ കൈയഴിച്ച് സഹായിച്ച ഒരു കേന്ദ്ര സർക്കാരാണ് കഴിഞ്ഞ 11 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 സർക്കാരുകളുടെയും ഒരുമിച്ചുള്ള ഈ ഭരണത്തിൽ, അതായത് ഡബിൾ എഞ്ചിൻ സർക്കാർ ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ക്രമസമാധാന നിലയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റം, ഇത് ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബീഹാറിൽ വ്യവസായങ്ങൾ വന്നു തുടങ്ങി, ബീഹാറിൽ കൃഷി രക്ഷപ്പെട്ടു തുടങ്ങി, ബീഹാറിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തുടങ്ങി, ബീഹാറിൽ ആരോഗ്യ മേഖല ഇപ്പോൾ 2 എയിംസ് ആണ് ബീഹാർ, ഒന്ന് പട്നയിലും ഒന്ന് ദർഭംഗയിലും. അതുപോലെ തന്നെ IIT വന്നു ബീഹാറിൽ എക്സ്പ്രസ് ഹൈവേ വന്നു, ബീഹാറിൽ വന്ദേ ഭാരത് വന്നു, ബീഹാറിൻ്റെ സാംസ്കാരികമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് സീതാമർഹിയിൽ വലിയ സീതാദേവിയുടെ ക്ഷേത്രം വരുന്നു. നളന്ദ സർവകലാശാല, ഇസ്ലാമിക തീവ്രവാദികൾ തകർത്ത നളന്ദ സർവകലാശാല അത് പുനർനിർമ്മിച്ചു. അങ്ങനെ എല്ലാ മേഖലയിലും ബീഹാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിലെ എയർപോർട്ടുകൾ, പുർണിയ എയർപോർട്ട് വന്നു, ബീഹാറിലെ ഗയ എയർപോർട്ട് പുനർനിർമ്മിച്ചു, പട്ന എയർപോർട്ട് പുനർനിർമ്മിച്ചു. അപ്പോൾ ബീഹാർ ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. മക്കാന ബോർഡ് സ്ഥാപിച്ചു. ബീഹാറിൽ നിന്നാണ് ഇന്ത്യയിലേക്കും മറ്റു ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ താമരക്കുരു, അതായത് മക്കാന കയറ്റുമതി ചെയ്യുന്നത്. ബീഹാറിലെ സാധാരണക്കാരൻ്റെ വലിയൊരു വരുമാനമാണ്. അതുപോലെ തന്നെ മധുബനിയിലെ ചിത്രകല, ഇങ്ങനെ ബീഹാറിൻ്റെ തനതായ ഉൽപ്പന്നങ്ങളെ ദേശീയ മാർക്കറ്റിലും അന്തർദേശീയ മാർക്കറ്റിലും എത്തിച്ചു. ബീഹാറിലെ സ്ത്രീകളെ സഹായിച്ചു, ബീഹാറിലെ വിദ്യാർത്ഥികളെ സഹായിച്ചു, കൃഷിക്കാരെ സഹായിച്ചു. മൊത്തം ബീഹാറിനെ ഒരു വലിയ അഗാധ ഗർത്തത്തിൽ, അവികസനത്തിൻ്റെയും അതുപോലെ തന്നെ തകർന്നുപോയ ഗുണ്ടാരാജിൻ്റെയും ഒക്കെ വലിയ ഒരു ഗർത്തത്തിൽ നിന്നും കൈപിടിച്ചുയർത്തി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് നിൽക്കാൻ ബീഹാറിനെ പ്രാപ്തമാക്കിയതിന് ബീഹാറിലെ ജനങ്ങൾ നൽകിയ എല്ലാ 5 വർഷം കൂടുമ്പോഴും അവർ ജനപിന്തുണ നൽകാറുണ്ട്. അതിൽ ഇത്തവണ ഒരുപക്ഷെ 2010 ശേഷം ഏറ്റവും വലിയ ജനപിന്തുണ, ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിയിരിക്കുന്നു ജനങ്ങൾ. ഇത് വളരെ സന്തോഷകരമാണ്. ഇത് മോഡിജിക്കുള്ള പിന്തുണയാണ്, ഇത് നിതീഷ് കുമാറിനുള്ള പിന്തുണയാണ്, ഇത് ഡബിൾ എഞ്ചിൻ സർക്കാരിനുള്ള പിന്തുണയാണ്. ഇത് ഈ രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സൽഭരണത്തിനുള്ള പുതിയ ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനും NDA സംവിധാനത്തിനുമുള്ള പിന്തുണയാണ്. അതോടൊപ്പം ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, ലോകത്തെ ഏറ്റവും സുതാര്യവും കൃത്യനിഷ്ഠവുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ വിദേശ രാജ്യങ്ങളുടെ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ പണിക്ക് മുതിർന്ന എല്ലാവരുടെയും മുഖത്തേറ്റ അടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. Yes, right.